നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം എംബാപ്പയ്ക്കും പരിക്ക്. എന്താണിത്? വേൾഡ് കപ്പ് എടുക്കുമ്പോൾ സൂപ്പർ താരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പരിക്കേറ്റ് വീഴുന്നത് ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ ബെറ്റീസ് മത്സരത്തിൻ്റെ 82ാമത്തെ മിനിറ്റിൽ കിലിൻ എംബാപ്പയെ പിൻവലിച്ച് ഗോൺസാലോ ഗാർഷിയെ കോച്ച് ആൽവാരോ ആർബിലോവ കളിക്കളത്തിലേക്ക് വിട്ടിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് കോച്ച് തന്നെ കൺഫേം ചെയ്യുന്നത്. കളിക്ക് ശേഷം ആൽവാരോ ആർബിലോവ എംബാപ്പയുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അദ്ദേഹത്തിന് ഡിസ്കംഫർട്ട് ഉണ്ട്. എനിക്കറിയില്ല അത് എത്രത്തോളം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. അടുത്ത ദിവസങ്ങളിലാണ് അതിൽ വ്യക്തത വരൂ എന്നാണ് കോച്ച് പറയുന്നത്. ചുരുക്കത്തിൽ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ഓൾറെഡി റയൽ മാഡ്രിഡിന് എതിർ മിലിറ്റാവോ പരിക്കേറ്റിന് ഈ സീസൺ കളിക്കില്ല, ആർദ ഗ്യൂളർ പരിക്കേറ്റിന് ഈ സീസൺ കളിക്കില്ല, ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ കിലിൻ എംബാപ്പയുടെ കാര്യത്തിലും ആശങ്ക വരുന്നത്. പക്ഷേ ചെറിയൊരു ആശ്വാസ വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു ഓവർലോഡ് മാത്രമാണ് ഉള്ളത്, മറ്റ് സീരിയസ്നെസ് ഇല്ല എന്ന തരത്തിലുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. ഓസെ ലൂയിസ് സാഞ്ചസ് അതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എൽ ചിരിങ്ങിറ്റോ ടിവിയുടെ ജേർണലിസ്റ്റ് പറയുന്നത് കിലിൻ എംബാപ്പെ സഫേഴ്സ് ഫ്രം ആൻ ഓവർലോഡ് ഇൻ ദി ഹാംസ്ട്രിങ് ഓഫ് ഹിസ് ലെഫ്റ്റ് ലെഗിൽ ഹാംസ്ട്രിങ് ഓവർലോഡാണ് സംഭവിച്ചിരിക്കുന്നത്, അത്ര സീരിയസ് അല്ല എന്ന തരത്തിലുള്ള ആശ്വാസകരമായിട്ടുള്ള ചില സൂചനകൾ കൂടി വരുന്നത്. എന്തായാലും റയൽ മാഡ്രിഡ് കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് എന്ത് പറയും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും കോച്ച് പറയുന്നത് താരത്തിന് ഡിസ്കംഫേർട്ട് ഉണ്ട്, ഇപ്പോൾ പറയാൻ പറ്റില്ല അത് എത്രത്തോളം പ്രശ്നമുള്ളതാണ് എന്ന്. 2-3 ദിവസങ്ങൾക്കകം, നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിനകം വ്യക്തത വരും എന്ന് പറയുന്നു. പക്ഷേ ആരാധകർക്ക് ആശങ്കയാണ്. വേൾഡ് കപ്പിന് ഇനി 10-47 ദിവസങ്ങളേ ഉള്ളൂ. അതിനിടക്കാണ് സൂപ്പർ താരങ്ങൾക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് പരിക്ക് പറ്റുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.